ഹായ് എവരിവൺ, ദിസ് ഈസ് മീ കസാക് ബെഞ്ചാലി. ഒരു ബിസിനസ്സുകാരന് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപ് ആ ബിസിനസ്സിന് ഒരു ഹ്യൂജ് സക്സസ്സിലേക്ക് എത്തിക്കുന്നതിനും ആ ബിസിനസ്സിൻ്റെ ഡിസിഷൻസ് എല്ലാം വളരെ കറക്റ്റ് ആകുന്നതിനും ഏതൊരു സാഹചര്യത്തിലും ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും പ്രതിസന്ധി ആവാം, അല്ലെങ്കിൽ ടർബുലൻസ് എന്ന് പറയുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ബിസിനസ്സിനകത്ത് വരാം. പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിലുണ്ടാകാം, ബിസിനസ്സിലുണ്ടാകാം. ഇപ്പോഴൊക്കെ ഏത് പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോഴും, എത്ര ചാലഞ്ചസിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുമ്പോഴും അതിനെ ഹ്യൂജ് സക്സസ്സിലേക്ക് എത്തിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള പല ഓൺട്രപ്രണേഴ്സിനോടും ഇത് ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും പലർക്കും ഇല്ലാത്തതാണ്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ജോലിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ്, അല്ലെങ്കിൽ വാപ്പയായിട്ട് തുടങ്ങി വെച്ചതാണ്. ഞാൻ ഇതിൽ വന്നു, ഇപ്പം ഇതിനിങ്ങനെ നടത്തിക്കൊണ്ട് പോകുക. ഇപ്പോൾ 50-55 വയസ്സായില്ല, ഇനി ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇനി ഇതങ്ങനെ കൊണ്ടുപോകണം. മറ്റൊരാളുകൾ പറയുന്ന വിഭാഗമാണ്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ഒരുപാട് കടമുണ്ട്, ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് ലോണുണ്ട്, ആ ലോൺ വീട്ടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പല ആളുകളും ലോൺ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങുക. പിന്നെ അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോൺ വീട്ടുക. ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലോൺ എടുക്കുക, ലോൺ വീട്ടാൻ വേണ്ടി ബിസിനസ് ചെയ്യുക. ഇത് എന്തിൻ്റെ പ്രശ്നം എന്നറിയോ? നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നതിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഒരു ഓൺട്രപ്രണർ സക്സസ് ആകുന്നതിൽ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്ന് പവർ ഓഫ് ക്ലാരിറ്റിയാണ്. അത് ഓൺട്രപ്രണർഷിപ്പിൻ്റെ സക്സസ് റേഷ്യോയിൽ മാത്രമല്ല, നിങ്ങൾ ലോകത്ത് ആരാണെങ്കിലും, ഏത് ജീവിതമാണ് ജീവിക്കുന്നതെങ്കിലും, അത് മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാവാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആകാം, ഫ്രീലാൻസർ ആകാം, നിങ്ങൾ എന്തുമാവട്ടെ, അതിലെല്ലാം വിജയിക്കുന്നതിൻ്റെയും വിജയിപ്പിക്കുന്നതിൻ്റെയും ഏറ്റവും പ്രധാന ഘടകമെന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. നിങ്ങൾ എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇത് ചെയ്യണം? എനിക്ക് വേറെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാനുണ്ട്, എന്നിട്ട് ഞാൻ എന്തിനിത് ചെയ്യാൻ വന്നു? ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സർവീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് മാത്രം ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം. യെസ്, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം കൊടുക്കാൻ പറ്റും. ഞാനൊരു ബെസ്റ്റ് ഷെഫാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന മനോഹരമായ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ പ്രൊവൈഡറാണ്, സർവീസ് പ്രൊവൈഡറാണ്, ഞാൻ വളരെ എഫിഷ്യൻ്റ് ആണ് ഈ കാര്യത്തിൽ. ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾക്ക് ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞാനൊരു കോച്ചാണ്, ട്രെയിനറാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്? യെസ്, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൂറുകണക്കിന് മനുഷ്യരുടെ ലൈഫ് ഹാപ്പിനെസ്സിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ എനിക്ക് പറ്റും. അതുപോലെ തന്നെ നൂറുകണക്കിന് ഓൺട്രപ്രണേഴ്സിൻ്റെ ബിസിനസ് പ്രോബ്ലംസിൽ നിന്ന് അവരെ പുറത്ത് കിടന്ന് അവരുടെ ബിസിനസ്സിൽ സക്സസ് ആവാൻ എനിക്ക് സഹായിക്കാൻ പറ്റും. അതോടൊപ്പം എനിക്ക് ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും. അതിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിൽ സന്തോഷവും സക്സസും കൊണ്ടുവരാൻ പറ്റും. അത് എനിക്ക് പറ്റുന്ന മാത്രം ഒരു പാറ്റേൺ ഉണ്ട്, അതിൽ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇറങ്ങിയതിന്, എന്തിനാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്, എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പവർ ഓഫ് ക്ലാരിറ്റി അതുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാഫിനെ എടുക്കുമ്പോഴും നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകും. റൈറ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ നിങ്ങൾ എടുക്കും. നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ വിഷനിൽ, നിങ്ങളുടെ ഗോളിലില്ലെങ്കിൽ, അബദ്ധമായ സ്റ്റാഫുകൾ പലതും നിങ്ങളുടെ ടീമിലുണ്ടാകും. ആവശ്യമില്ലാത്ത എക്സ്പാൻഷനിലേക്ക് നിങ്ങൾ പോകും. ആരെങ്കിലും വിളിക്കുന്നിടത്ത് എല്ലാം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഗണ്യമായി കുറയ്ക്കുകയും ബിസിനസ്സിൽ അബദ്ധമായ ഡിസിഷനുകൾ പലതും എടുക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ക്ലാരിറ്റി ഇല്ലായ്മ. ഞാൻ എന്തിനിത് ചെയ്യുന്നു, എന്തിനിപ്പോൾ ഞാൻ ബ്രാഞ്ച് തുടങ്ങണം, എന്തിനിപ്പോൾ ഞാൻ ഇതിലേക്ക് എക്സ്പാൻഷന് പോകണം, എന്തിന് ഈ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ലൈനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ലോഞ്ച് ചെയ്യണം. ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ ധാരാളം സംഭവിക്കും, ധാരാളം മിസ്റ്റേക്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അബദ്ധങ്ങൾ ഇല്ലാതിരിക്കാൻ, ഡിസിഷൻ കറക്റ്റ് ആവാൻ, സ്റ്റാഫിന് എടുക്കുന്നിടത്ത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ, നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് എല്ലാം പെർഫെക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ബിസിനസ് ചെയ്യുന്നതിൻ്റെ പേർപ്പസ്, എന്തിനാണ് ഈ പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്തത്, നിങ്ങളുടെ അടുത്ത 5 വർഷം 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഈ ബിസിനസ് സ്ഥാപനം എവിടെയായിരിക്കണം, നിങ്ങൾ ഈ ബിസിനസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സെൽ ഔട്ട് ചെയ്യാനാണോ, എക്സ്പാൻഡ് ചെയ്യാനോ, ലെഗസി പാസ് ചെയ്യാനാണോ? വാട്ട് ഈസ് യുവർ മിഷൻ, വിഷൻ? സോ മൈ ഡിയർ ഫ്രണ്ട്സ്,
ക്ലിയർ ആയിരിക്കണം. ക്ലിയർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വിജയ സാധ്യത വളരെ പരിമിതമാണ്, പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം ഓർക്കുക, എന്തിനെങ്കിലും വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യരുത്. കുറച്ചാളുകൾ അപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അപ്പം ഞാൻ ഇപ്പുറത്ത് തുടങ്ങിയാലും ലാഭം ഉണ്ടാകും എന്ന് വിചാരിച്ചും ബിസിനസ് തുടങ്ങരുത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി, സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം പലരും തിരഞ്ഞു നടക്കാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന മേഖലയിലെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ തിരയേണ്ടത്. മറിച്ച് വേറെ ആരുടെയെങ്കിലും ടാലൻറ്റിൽ പോയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ അത്ര വലിയ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഓരോരുത്തർക്കും വളരെ വലിയ ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ബിസിനസ് തന്നെയാണ്. മറ്റു ബിസിനസ്സിനകത്ത് അതിൻ്റെ റണ്ണിങ്ങോ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലോ അതിന് ലീഡ് ചെയ്യുന്നതിലോ എനിക്ക് സക്സസ് ആവാൻ ഒരു പക്ഷേ ഇത്രയും പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റർ ആയിട്ടാണ് എനിക്ക് ഏറ്റവും നല്ലത്. മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാം, പക്ഷെ അതെപ്പോഴും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലല്ല. ഇൻവോൾവ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഇൻവെസ്റ്റർ ആയിട്ടോ VC ആയിട്ടോ അല്ലെങ്കിൽ AI ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ മേക്ക് ചെയ്യാം. പക്ഷെ ഇൻവോൾവ് ചെയ്യേണ്ടതും കൃത്യമായിട്ട് നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ അത് മറ്റുള്ളതിനേക്കാളും കൂടുതൽ 100 ഇരട്ടി സക്സസ്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, സെയിൽസ് റിലേറ്റഡ് കോഴ്സുകൾ, ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, കടത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കോഴ്സുകൾ, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, ഇതെല്ലാം ഓൺലൈനിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓൺട്രപ്രണേഴ്സിനെ ഹ്യൂജ് സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള 365 ദിവസം നീണ്ടു നിൽക്കുന്ന, രാവിലെ 4:30 മുതൽ 5:30 വരെ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ട്രെയിനിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ മേഖലയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. They will give you the right guidance. Thank you so much. This is me once again, Casac Benjali, business coach, success strategist.